മുഖ്യമന്ത്രി കസേരയ്ക്ക് പിന്നാലെ മന്ത്രി കസേരയ്ക്കായുള്ള തർക്കം യുഡിഎഫിൽ രൂക്ഷമാവുകയാണ്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. ചെയ്ത വിട്ടുവീഴ്ചകൾക്ക് പ്രതിഫലം വേണമെന്നാണ് പി ജെ ജോസഫ് പറയുന്നത്. ജോസഫിനെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ നേരിട്ട് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടി ചേരുകയാണ്. രഞ്ജിത്ത്, ഈ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശനാണ് എന്ന പ്രഖ്യാപനം വന്നതിനുശേഷം ഇപ്പോൾ അനുനയ നീക്കങ്ങളാണ്. ചെന്നിത്തലയെ ഒരു വശത്ത് അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു. ഇപ്പോൾ ജോസഫ് വിഭാഗത്തെ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും 7 MLA-മാരാണ് പി ജെ ജോസഫിന്റെ ഒപ്പമുള്ളത്, കേരള കോൺഗ്രസിനുള്ളത്. ആ 7 MLA-മാർ ഉള്ള സ്ഥിതിക്ക് തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ജോസഫ് പറയുന്നു. പല ഘട്ടങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പല മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുമാറുന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇനി ആ വിട്ടുവീഴ്ചകൾ ഇല്ല. ആ വിട്ടുവീഴ്ചകൾക്കുള്ള പരിഹാരം തങ്ങൾക്ക് വേണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുകയാണ്. ജോസഫ് വിഭാഗത്തിന് കൃത്യമായിട്ട് അറിയാം, പി ജെ ജോസഫിനൊക്കെ അറിയാം, കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറികൾ, UDF ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറികൾ, പരമാവധി ഇതിനെ മുതലെടുത്തുകൊണ്ട് 2 മന്ത്രിസ്ഥാനമെങ്കിലും പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. അതേസമയം ആകെ മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർക്ക് മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ 2 മന്ത്രിസ്ഥാനം ജോസഫ് വിഭാഗത്തിന് നൽകില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് നേരിട്ട് കണ്ട് പി ജോസഫുമായി ചർച്ച ചെയ്ത് ജോസഫിനെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ എത്തിയതും അതുകൊണ്ടാണ്. UDF-ലെ തലമുതിർന്ന നേതാവാണ് പി ജെ ജോസഫ് എന്ന് വി ഡി സതീശൻ അവിടെ വെച്ച് കൃത്യമായി തന്നെ പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ ചീഫ് വിപ്പ് സ്ഥാനമോ നൽകി ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാനാണ് സാധ്യത. ശരി രഞ്ജിത്ത്.